ശ്രീ അനൂപ് മങ്ങാട്ട്, അങ്ങേക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ മിനിസ്റ്ററുമായി സംസാരിക്കുകയായിരുന്നു. മലയാളികളുടെ എണ്ണം, അതായത് ഈ അപകടത്തിൽ പെട്ട മലയാളികളുടെ എണ്ണം കൂടുതലാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് കൃത്യമായി നൽകാൻ കഴിയുന്ന വിവരം? പ്രിയപ്പെട്ട അരുൺ, ഞങ്ങളിവിടെ രാവിലെ മുതൽ തന്നെ, പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ ക്യാമ്പ്. പ്രത്യേകിച്ച് ഇവിടെ ഈ അഗ്നിശമന സേന എല്ലാം വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇത് അറിഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഹബീബ് മുറ്റിജാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കാണാൻ കഴിഞ്ഞത് പറഞ്ഞാൽ രാവിലെ ശരിക്ക് നമ്മളെല്ലാവരും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പ്രത്യേകിച്ച് ആ ഏരിയയിൽ മുഴുവൻ വളരെ വലിയ രീതിയിലുള്ള പുകപടലമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. പിന്നീട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കുവൈറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് എല്ലാ സംവിധാനങ്ങളും എത്തുകയുണ്ടായി. നല്ല രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തിയത്. പക്ഷേ ഈ ഒരു ക്യാമ്പിനുള്ളിൽ ഇത്രയും എന്താ, അതിന്റെ ഏറ്റവും ബേസ്മെന്റിലാണ് അതിന്റെ ഈ അഗ്നി പടർന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ ആളുകൾ ജോലി കഴിഞ്ഞു വന്ന്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ സമ്മർ ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകൾക്കും പല ഷിഫ്റ്റുകൾ, 2-3 ഷിഫ്റ്റുകളിൽ എണ്ണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ 3 മണിക്കെല്ലാം വന്ന് കിടന്നുറങ്ങുന്ന കുറെ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെല്ലാമാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അനൂപ് അനൂപ് ആ അതിനുശേഷം പിന്നെ ഈ ദൃശ്യങ്ങളിൽ പറയുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ തുടർച്ചയായിട്ട് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. താഴത്തെ നിലയിലാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത്. പക്ഷേ 6 നിലകളുള്ള കെട്ടിടത്തിന്റെ പല നിലകളിലേക്കും തീ പടരുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത? പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ താഴെ ഈ പുക ഇത്രയും വലിയൊരു ഒരു ഒരു തീപിടുത്തം ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരുന്ന മുഴുവൻ പുകപടലങ്ങളും അതിന്റെ മുകളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ പല പല കാരണങ്ങളുണ്ടായിരിക്കും. ഈ പറയുന്ന ബാൽക്കണിയിലൂടെ, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന എക്സോസ്റ്റിലൂടെ, വെന്റിലേഷനിലൂടെ എല്ലാം റൂമുകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടി തീ നിലനിൽക്കുന്നുണ്ട്. താഴത്തെ ഗ്രൗണ്ടിൽ പക്ഷേ മാത്രമാണ് ആളിപ്പടർന്നത് അല്ലേ? മുകളിലത്തെ നിലകളിലേക്ക് ഈ പുക ചെല്ലുകയായിരുന്നു. അതെ, അതെ, അതെ. മുകളിലേക്ക് കൂടുതൽ പുക ചെല്ലുകയായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ടായിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇത്തരം ഒരു തലത്തിലേക്ക് എത്തിയെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് മുകളിലെ നിലയിലെല്ലാം അത്തരത്തിൽ തന്നെ ആളുകൾക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. നിലവിൽ മലയാളികൾ കൂടുതലും ഉണ്ട്. ഈ NBTC കമ്പനി KG എബ്രഹാമിൻ്റെ ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഈ ഒരു കുവൈത്തി അമീർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? ഈ 195 പേർക്ക് താമസിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് താങ്കൾക്ക് പറയുന്നതിന് പരിമിതി ഉണ്ടെന്നറിയാം. പക്ഷേ എങ്കിൽ പോലും ഈ കെട്ടിട നിർമ്മാണത്തിൽ ചില അപാകതകൾ ഉണ്ടായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടിട ഉടമയെ ഈ സെക്യൂരിറ്റി സ്റ്റാഫിനെയും ഇപ്പോൾ പോലീസ് തടങ്കലിലാക്കിയിരിക്കുകയാണെന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഈ നവമാധ്യമങ്ങളിൽ നിന്നും ഇവിടെയുള്ള പത്രങ്ങളിൽ നിന്നെല്ലാം അത്തരത്തിലുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. എങ്കിൽ കൂടി ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇവിടെ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുവൈറ്റ് ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ അവരെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാം ആളുകൾ ജോലി കഴിഞ്ഞു വന്ന് ഉറക്കത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ നമ്പേഴ്സിലേക്ക് പോയത്. പ്രത്യേകിച്ച് ഈ ആളുകളെല്ലാം ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത്, ഇവിടെയുള്ള ദജീജ് മോർച്ചറിയിൽ 48ഓളം മൃതശരീരങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ശാസ്ത്രീയമായ മറ്റു കാര്യങ്ങൾക്ക് ശേഷം മാത്രമാണ് അതിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കുള്ളൂ എന്നുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുക. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഇതിപ്പോ ലേബർ ഫ്ലാറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്, തൊഴിലാളി ക്യാമ്പാണ്. അതുകൊണ്ട് അത് ഫാമിലി ക്വാർട്ടേഴ്സ് അല്ലല്ലേ? പലരും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരാണ് ഉണ്ടായിരുന്നത് അല്ലേ? മുഴുവൻ ആളുകളും ബാച്ചിലേഴ്സ് ആണ്. അത് ബാച്ചിലർ ക്യാമ്പാണ്. ഓക്കെ.